ഇഫ് യു ഫെയിൽ നല്ല പേടിയുണ്ടാവില്ലേ? നീറ്റ് എക്സാം അടുത്തടുത്ത് വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് നീറ്റ് കിട്ടിക്കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് നേടുന്ന സ്വപ്നത്തിനേക്കാൾ കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പേടി സ്വപ്നം ഉണ്ടാവും. ഞാൻ പരാജയപ്പെട്ടാൽ, എനിക്ക് നീറ്റ് കിട്ടാതെ ആയാൽ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഉമ്മയോ ഉപ്പയോ ഒക്കെ എന്നെ ചീത്ത പറയുമോ? അവർ കഷ്ടപ്പെട്ട് കൊടുത്തൊരു പൈസ, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, ഞാനിട്ട എഫേർട്ട്, അത്രയും കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട്, അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്ററൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ നീറ്റ് എക്സാമിൻ്റെ മുകളിൽ തന്നെ അടയിരിക്കുന്ന, സ്ട്രെസ്സിൻ്റെ മുകളിൽ അടയിരുന്ന് പഠിക്കുന്ന ആ ഒരു കഴിഞ്ഞ 3 വർഷങ്ങൾ, ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമോ? എൻ്റെ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമോ? എൻ്റെ സമയം എനിക്ക് നഷ്ടപ്പെടുമോ? ഇതൊക്കെ വേർത്താണോ? ഞാൻ ഈ കൊടുക്കുന്ന എഫേർട്ടൊക്കെ എനിക്ക് ഫൈനലി തിരിച്ച് കിട്ടുമോ? ഞാൻ പരാജയപ്പെടുമോ? നല്ല പേടിയിരിക്കും. എനിക്കറിയാം, നീറ്റ് എക്സാമിന് വിവിധ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പല കുട്ടികളുണ്ട്. അതിൽ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ആ ടോട്ടൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടോ അതിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% ഒക്കെയാണ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് 600+ ഒക്കെ മാർക്സ് സ്കോർ ചെയ്യുന്ന കുട്ടികളുള്ളൂ. ആൻഡ് അതിൽ ഒരു 50% കുട്ടികളും ബിലോ ആവറേജ് ആയിരിക്കും. എപ്പോഴും ഒരു 300-400 മാർക്ക് സ്കോർ ചെയ്ത് വല്ലപ്പോഴും ഒക്കെ ഒരു 500, വല്ലപ്പോഴും ഒരു 600 അങ്ങനെയൊക്കെ സ്കോർ ചെയ്യുന്ന കുട്ടികൾ കുറേ ഉണ്ടാവും. ആൻഡ് എപ്പോഴും ഒരു 500 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്, 580, 590 ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ 600 ഒന്നും കടക്കില്ല, ചിലപ്പോൾ ഒക്കെ കടക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതായത് നീറ്റ് ആസ്പിരൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു നീറ്റിന് വേണ്ടിയിട്ട് സ്വാതീസ് നീറ്റ് മന്ത്രാസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചി എൻ്റെ മാർക്സ് 400s അല്ലെങ്കിൽ 500s ചിലപ്പോൾ ഒക്കെ 600 കയറാറുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ 600 കയറാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇനി ഞാൻ പഠിച്ചാൽ, ഇനി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ എനിക്ക് നീറ്റ് കിട്ടുമോ? എനിക്ക് നല്ല പേടിയാണ്, ഞാൻ തോറ്റു പോവോ, കിട്ടാതായി പോവോ എന്ന് ആലോചിച്ചിട്ട് പേടിയാണ്. എനിക്ക് നിങ്ങൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഇങ്ങനെ നമ്മൾ പൊതുവെ ഇപ്പോൾ ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കല്ലോ, എങ്ങനെയാണ് പഠിക്കേണ്ട, ടിപ്സൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാൻ വന്നിട്ട് അവസാനം കരയുന്ന കുട്ടികളുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീട്ടിലെ സ്ഥിതി ഇങ്ങനെയാണ്, എനിക്ക് നീറ്റ് അല്ലാണ്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് ഡോക്ടറായേ മതിയാവും, പക്ഷെ എനിക്ക് മാർക്സ് കിട്ടണില്ല പറഞ്ഞ് കരയുന്ന കുട്ടികളുണ്ട്. മക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ബേസിക്കലി എല്ലാവർക്കും ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഈവൻ ടോപ്പേഴ്സിന് പോലും ടെൻഷനുണ്ട്. ആ ഒരു ഇപ്പം സ്കോർ ചെയ്യുന്ന മാർക്ക് ലാസ്റ്റ് നീറ്റ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. വിച്ച് ഇസ് ഒബ്വിയസ്. എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റും ഇതെനിക്ക് കിട്ടുമോ, കിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ തോറ്റു പോവോ, ഇനിയും ഞാൻ എൻ്റെ ഫാമിലിയുടെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഒക്കെ നാണം കെടുവോ, ഇങ്ങനെ പല കുട്ടികൾക്കും, ഒരുപാട് കുട്ടികൾക്കുള്ള ടെൻഷനാണ്. ഞാൻ ഇപ്പം നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വന്ന് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പോലും. വാട്ട് ഇഫ് യു ഫെയിൽ? നിങ്ങൾ ഫെയിലായാൽ എന്താ സംഭവിക്കുക? നീറ്റ് കിട്ടാതെ ആയാൽ? മക്കളെ, നീറ്റ് എന്ന് പറയുന്ന എക്സാമല്ല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നീറ്റ് എക്സാം അല്ല. നീറ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് MBBS കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ലൈഫ് കണ്ടിന്യൂ ചെയ്യും. ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പലപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ വേറെ ഏതൊക്കെയോ വഴികളിലൊക്കെ എത്തിപ്പെട്ട്, എന്നാൽ നമ്മൾ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് മേ ബി ലൈഫിൽ ബെസ്റ്റായിട്ടൊക്കെ പോയ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈവൺ ഇഫ് യു ഫെയിൽ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇഫ് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ വീട്ടിൽ ഒരു 1-2 ദിവസം മേ ബി നമുക്ക് ചീത്ത കേൾക്കായിരിക്കും, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാന്നൊക്കെ നമ്മളെ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും, അത്ര ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് കിട്ടാണ്ടായി പോയല്ലോ, അല്ലെങ്കിൽ എന്നെപ്പോലെ എഫേർട്ടൊന്നും ഇടാത്ത മറ്റേ കുട്ടിക്ക് കിട്ടിയല്ലോ, എന്താ ദൈവം ഇങ്ങനെ, എൻ്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ച് നല്ല സങ്കടം ഉണ്ടാവും.
അതേ ഉള്ളൂ. നീറ്റ് നിങ്ങൾക്ക് കിട്ടാണ്ടായിപ്പോയാൽ ആക്ച്വലി ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. എത്രയൊക്കെ ഡോക്ടറാവാൻ കൊതിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും കിട്ടാണ്ടായാൽ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കിട്ടാണ്ടായാൽ ഒരു 2-3 മാസമൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുമായിരിക്കും. പിന്നെ അത് പോവും, നമുക്ക് മൂവ് ഓൺ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പം പരാജയപ്പെട്ടാൽ ആക്ച്വലി ഒന്നും നടക്കാനില്ല. പരാജയപ്പെട്ടാലും നമുക്കത് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നീറ്റ് എക്സാം എഴുതി നിങ്ങൾ പരാജയപ്പെട്ടാൽ ഒന്നുമില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഞാൻ തോറ്റു, എനിക്ക് കിട്ടാണ്ടാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അയ്യോ ഇതൊന്നും പഠിച്ച് തീരുന്നില്ലല്ലോ, ഇങ്ങനെ നമുക്ക് ആക്ച്വലി നീറ്റിൻ്റെ ഒരു കോച്ചിങ് തന്നെ പറയുന്നത് നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ഭയങ്കര അഗ്രസീവ് ആവും. ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ ആൻസർ കിട്ടാണ്ടാവുമ്പം ഞാനിപ്പോൾ ആക്ച്വലി അഭിനയിച്ച് കാണിച്ചാണ് ആ ഒരു ടെൻഷൻ എന്ന് പറയുക. നമ്മളങ്ങനെ ആയിപ്പോവും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാണ്ടായപ്പോൾ പെട്ടെന്ന് നമ്മളെ സ്ട്രെസ് ലെവൽ കൂടി. ആക്ച്വലി നമ്മൾ സ്ട്രെസ് ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അഥവാ നീറ്റ് കിട്ടാതെ ആയിപ്പോയാലും ഒന്നുമില്ല, പക്ക നോർമൽ, ഒരു കുഴപ്പമില്ല. സത്യത്തിൽ ലൈഫ് നമുക്ക് വേറെ കുറേ കോഴ്സസിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വേറെ കുറേ അവസരങ്ങളുടെ രൂപത്തിൽ മേ ബി നമ്മുടെ മുന്നിൽ വേറെ പുതിയ ആൾക്കാർ വരും, പുതിയ കോഴ്സസ് അങ്ങനെയൊക്കെ വരും. ഒരിക്കലും നീറ്റ് നല്ലൊരു MBBS സീറ്റ് കിട്ടാണ്ടായിപ്പോയാൽ ലൈഫ് തീർന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതമേ പോയി, അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഫെയിലായാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ ഫെയിലായാൽ പിന്നെ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം അങ്ങനെയുള്ളൊരു തോട്ട് വരുന്ന സമയത്ത്, വാട്ട് ഇഫ് ഐ വിൻ, വാട്ട് ഇഫ് ഐ ഗെറ്റ് ആൻ MBBS സീറ്റ്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരുടെ മുഖത്ത്, അവരുടെയൊക്കെ മുഖത്ത് ഫീൽ ചെയ്യുന്നൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഈ കുട്ടി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഫൈനലി ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു MBBS സീറ്റ് കിട്ടിയല്ലോ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നൊരു പ്രൗഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ തോന്നുന്ന ആ ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, സെൽഫ് ലവ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഫൈനലി ഐ മെയ്ഡ് ഇറ്റ്. ആ ഒരു മൊമെൻറ്റിനെ പറ്റി ആലോചിച്ച് നോക്കുക. ആക്ച്വലി നീറ്റിന് ഫെയിലായാൽ ഒന്നുമില്ല മക്കളെ, അത് ഞാൻ ഫെയിലാവോ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലേ, ഇങ്ങനെ ആലോചിച്ച് എപ്പോഴും ടെൻഷൻ അടിക്കുന്നതിന് പകരം അതവിടെ മാറ്റി വെക്കുക. ആ ഒരു തോട്ടേ വിട്. വാട്ട് ഇഫ് ഐ ഫെയിൽ എന്നുള്ള തോട്ടേ വിട്. എന്നിട്ട് വാട്ട് ഇഫ് ഐ വിൻ, ഞാൻ ജയിച്ചാൽ, എനിക്ക് ഇത് കിട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോവുക, ആ ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ഒക്കെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇമാജിൻ ചെയ്യും. ഇങ്ങനെ എന്തൊരു റൂളില്ലേ, എന്തായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു റൂളില്ലേ, നമ്മൾ അത്രയും ഇങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ദാറ്റ് തിങ് വിൽ ബി അട്രാക്റ്റഡ് ടു അസ്. നമ്മളെ എപ്പോഴും ഇങ്ങനെ MBBSനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നല്ല പോസിറ്റീവായിട്ട് ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റിയിൽ പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫൈനലി ആ ഒരു MBBS നിങ്ങളിലേക്ക് വന്ന് ചേരും. അതൊരു നമ്മുടെ വേൾഡിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റൂൾ തന്നെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം മക്കൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷനൊന്നും അടിക്കണ്ട, ടെൻഷനൊക്കെ മാറ്റി വെക്കുക, പഠിക്കുക, നന്നായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാമായിട്ട് കൂളായിട്ടിരുന്ന് പഠിക്കുക. മേ ബി നിങ്ങൾ ടെൻഷൻ അടിച്ച് പഠിക്കുന്നതിനേക്കാളും ഒരു 2-3 ഇരട്ടി വേഗതയിൽ, സ്പീഡിൽ, ആക്യുറസിയിൽ നിങ്ങൾ ഒന്ന് മൈൻഡ് കാമായിട്ട്, മൈൻഡ് കൂളായിട്ടിരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഫെയിലായാലും ഒന്നുമില്ല, ആ ഒരു തോട്ടേ വിട്. ആൻഡ് ഞാൻ ജയിച്ചാൽ, എനിക്ക് MBBSനൊരു സീറ്റ് കിട്ടിയാൽ എൻ്റെ ലൈഫിൽ ഇത്രയും കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, അതൊക്കെ ഇമാജിൻ ചെയ്ത് കിടക്കൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.